എന്ന ഗാനത്തിന് നൃത്തച്ചുവടുകൾ വെച്ചുകൊണ്ട് വള്ളുവൻകടുവിൽ യുവാ ക്ലബിലെ പ്രിയ കലാകാരികൾ മിനി രമേശ്, പ്രസന്ന രാമകൃഷ്ണൻ, നിഷ ലിനീഷ്, ഐശ്വര്യ രൂപേഷ്, സുനിത സജി, പ്രീഷ, സുനിത അശോകൻ, കവിത പ്രമോദ്, സുനില മണി, ജ്യോതി, ശ്യാമിനി പ്രിയപേക്ഷകരെ, നിങ്ങളെല്ലാവരും തന്നെ ഈ പ്രിയ കലാകാരികളെ അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. കൊടിവാർന്നുകൊണ്ടാണ് കേട്ടോ. കൊടിവാർന്നുകൊണ്ടാണ്. ജനാർദ്ദൻ നമ്പ്യാർ, കണ്ണാടിപ്പുറം. സെക്യൂരിറ്റി അല്ല, എക്സ് സർവീസ്മെൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഇവിടെ ഈ സെക്യൂരിറ്റിയും പിന്നെ വളണ്ടിയേഴ്സിൻ്റെയൊക്കെ ഇൻചാർജ്. നമുക്ക് അതാണല്ലോ സുരക്ഷമായിട്ട് വേണ്ടത്. ആൾക്കാരുടെ സെക്യൂരിറ്റിയും സുരക്ഷമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എല്ലാം വിജയിക്കുമെന്നുള്ള പ്രത്യാശയാണ് നമുക്കുള്ളത്. ഓക്കെ, താങ്ക് യു. വെൽക്കം. എൻ്റെ പേര് ബാലകൃഷ്ണൻ, പാമ്പരുത്തി ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ സെക്രട്ടറിയാണ്. മുത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ വള്ളംകളി മുത്തപ്പൻ്റെ പ്രവചനമാണ്. ഇവിടെ ഒരു വള്ളംകളി നടക്കുമെന്ന്, അതുപോലെ ഇന്ന് നടക്കാൻ പോവുകയാണ്. അത് ഭംഗിയായി നടക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ. മുത്തപ്പൻ ശിവാംശമാണ്, അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് തിരുവപ്പന. അപ്പോൾ ശിവനും മഹാവിഷ്ണുവും കൂടിയാണ് മുത്തപ്പനും തിരുവപ്പനയും. എല്ലാം മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാ മഹാഭാഗ്യവും ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വ ഐശ്വര്യവും ഉണ്ടാവട്ടെ. വള്ളംകളി ഭംഗിയായി നടത്തിത്തരാൻ്റെ
മുത്തപ്പൻ്റെ അനുഗ്രഹമുണ്ട്. ബാലകൃഷ്ണൻ നാറാത്ത്, പാമ്പുരുത്തി ശ്രീകൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ്. മുന്നേ തൃക്കമ്പടം ശിവക്ഷേത്രത്തിലെ ചെയർമാനുമായിരുന്നു. ദേവന്മാരുടെ ദേവനായ മഹാദേവനെ പരിപാലിക്കാൻ കിട്ടിയ ഒരു മഹാഭാഗ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ മുത്തപ്പൻ്റെ പ്രവചനമാണ്. ഇവിടെ ഒരു ജലമഹോത്സവം വള്ളംകളി നടക്കുമോ എന്ന് അതിൻ്റെ ഭാഗമായിട്ട് അത് പൂർത്തിയാക്കാൻ പോവുകയാണ്. അത് ദേവന്മാരുടെ ദേവനായ മഹാദേവൻ്റെ അംശമാണ്, ശിവാംശമാണ് മുത്തപ്പനും. അതുപോലെ ചോദിക്കട്ടെ, രണ്ടാളോടും പേര് ചോദിച്ചോട്ടെ. എന്താ മോളെ പേരെന്താ? സൂര്യ. സൂര്യ എവിടെയായിരുന്നു? പുല്ലുപ്പിന്നല്ലേ? കുറെ കളിയാ പഠിച്ചിട്ട്? ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടോ? മോഹിനി നൃത്തമൊന്നും പഠിച്ചില്ല? ഇല്ല പഠിച്ചില്ല. ഇത് ഇവിടെ വള്ളംകളീന്റെ ഇതിന് വേണ്ടിയിട്ട് ആ ഒരു കേരളത്തിന്റെ ഇത് കാണിക്കാം. നന്നായി, വെരി ഗുഡ്. എന്നാ ശരി. നമ്മളത് പുണ്യയാത്ര എന്ന ചാനലിൻ്റെ പേര്, യൂട്യൂബിൽ. ശരി. ചേനത്തണ്ട് വീട്ടിക്കൊണ്ട് വാഞ്ഞെടുത്ത് വന്നപ്പോ മറുപടി പോലൊരു മറുപടി വെള്ളക്കാരൻ ജീവന്റെ ഊകിപ്പായ വെള്ളക്കാരൻ ഉത്തര കേരള വള്ളംകളി ജലോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. അതുപോലെ മാവേലി, പുലികളി എന്നീ വേഷങ്ങൾ വള്ളംകളി മത്സരത്തിന്റെ ഭാഗമായി സ്റ്റേജിന്റെ മുൻവശത്തെത്തിയിരിക്കുകയാണ്. പ്രിയ കലാകാരികളെ, നിങ്ങളെല്ലാവരും തന്നെ ഈ കലാകാരന്മാരെ അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. അതുപോലെ മാവേലി, പുലികളി എന്നീ വേഷങ്ങൾ വള്ളംകളി മത്സരത്തിന്റെ ഭാഗമായി സ്റ്റേജിന്റെ മുൻവശത്തെത്തിയിരിക്കുകയാണ്. പ്രിയ കലാകാരികളെ, നിങ്ങളെല്ലാവരും തന്നെ ഈ കലാകാരന്മാരെ അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും.
പേര് പറയടാ. യദുകൃഷ്ണ. എവിടെ സ്ഥലം? കണ്ണാടിപ്പുറം മാധവ. കണ്ണാടി. മോളെ പേര് പറ. ശിഖ. ഇന്ന് എവിടെ സ്ഥലം? മയ്യില്. മയ്യിൽ. പഠിക്കുന്ന ആ ഡിഗ്രി ഫൈനൽ ഇയർ. രാജിഷ മയ്യിന് വീട്. സനിക പറപ്പടി വീട്. എല്ലാവരും എന്തെല്ലാം വേഷം കെട്ടലുണ്ട്? ഡാൻസെല്ലാം കളിക്കലുണ്ടോ? ഇത് പണ്ടത്തെ ജീപ്പാണ്. എനിക്ക് 2 ദിവസം ഓടിക്കാൻ തരുമെന്ന് പറഞ്ഞു. മലയോര പ്രദേശത്തെല്ലാം പോകുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. മറ്റേത് അല്ലേ? ആ കണ്ണൻ ഉണ്ടോ? ആ ഗ്രാൻഡ് ഓട്ടോ ഒന്ന് മാറ്റിയത് പോലും. നല്ല അടിപൊളി വണ്ടി. പഴയ പണ്ടത്തെ ജീപ്പാണ് കണ്ടോ? ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, അത്രയും കാലപ്പഴക്കമുള്ള സാധനമാണ്. മലയോര പ്രദേശത്തെല്ലാം കയറി ചാട്ടപ്പെടാൻ നമുക്ക് തുള്ളിക്കയറി പോകും. നമസ്തേ. എന്താ പേര്? ദീപക് എന്നാ പേര്. ദീപക്. എവിടെ സ്ഥലം? നമ്മളിവിടെ കണ്ണാടിപ്പുറം തന്നെയാണ്. കണ്ണാടിപ്പുറം. എന്താ വണ്ടീൻ്റെ എന്താ പരിപാടി? വർക്ക്ഷോപ്പാണ്. ഗ്രാൻഡ് ഓട്ടോ ഗാരേജ് ഇപ്പോൾ തുടങ്ങിയത്. എവിടെയാ അത്? തളിപ്പറമ്പിൽ. തളിപ്പറമ്പ്. എന്തെല്ലാം മെറ്റീരിയൽസ് നിങ്ങൾ ചെയ്യുന്നത്? എല്ലാം ഉണ്ട്. നമ്മൾ വണ്ടിയുടെ A to Z എല്ലാ സർവീസും എല്ലാം ചെയ്തു കൊടുക്കുന്നത് അല്ലേ? ഇപ്പോൾ ഇവിടെ പെയിന്റിങ് അടക്കം നമ്മളിപ്പോൾ ഇവിടെ ഒരു സർവീസ് ക്യാമ്പ് ഫ്രീ ആയിട്ട് ഒന്ന് ചെയ്യുന്നത് അല്ല, ഒരു റിവ്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിൻ്റെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. എത്ര വർഷമായി തുടങ്ങിയിട്ട്? കുറേ പേരുണ്ട് നിങ്ങൾ? നമ്മൾ ഒരു 12 പേരുണ്ട്. ഇപ്പോൾ 10 മാസമായിട്ട്. അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് പോട്ട് വിജയിക്കിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണം. ശരി, നല്ല നമസ്കാരം. അപ്പോൾ നിങ്ങളായിട്ട് ബന്ധപ്പെട്ടിക്കൊന്ന് നമ്പർ പറഞ്ഞേക്കും. നമ്മളെ കോൺടാക്ട് നമ്പർ 9188-200-800 വിളിച്ചാൽ മതി. ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് 24 നിങ്ങൾ ചെയ്യുന്ന വെച്ചാൽ അത് പറയാം. നമ്മളെല്ലാം ഉണ്ട്. ബോഡി വർക്ക്സ് ഉണ്ട്, പെയിന്റിംഗ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, കമ്പ്യൂട്ടറൈസ് സ്കാനിങ് ഉണ്ട്, പോളിഷിംഗ്, ഡീറ്റെയിലിംഗ് എല്ലാം ഉണ്ട്. കംപ്ലീറ്റ്. നിങ്ങൾ വണ്ടി അഥവാ മറ്റുള്ള വീടുകളിൽ അല്ല സ്ഥലത്ത് നിന്ന് എടുക്കണം, നമ്മൾ ഫ്രീ പിക്കപ്പ് ആൻഡ് ഡെലിവറി ഉണ്ട്. അല്ല, നിങ്ങൾ വണ്ടിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു. എല്ലാം കൃത്യമായിട്ട്. എന്നാൽ നല്ല നമസ്കാരം. ഇത് നിങ്ങളാ പറഞ്ഞല്ലേ വാട്സപ്പ് നമ്പറല്ലേ? ഇത് ഓരോ വാട്സപ്പ് നമ്പറാണ്. എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. എല്ലാം ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഫ്രീ ഇതല്ലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇപ്പോൾ ഇതാണ് ഇവരെ വർക്ക്ഷോപ്പ്. നിങ്ങൾ കാണുന്നുണ്ടാവും. ഷോറൂമാണ്. ഇത് വർക്ക്ഷോപ്പാണ്. ഇതെല്ലാം ഇവരെ സർവീസിൻ്റെ സംഭവങ്ങളാണ്. നിങ്ങൾക്ക് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പൈസക്ക് മാക്സിമം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ അവർ ചെയ്തു തരും. പിന്നെ ഇതാ ലൊക്കേഷൻ ഉണ്ട്. പൂക്കോത്ത് നടേൻ്റെ അടുത്തായിട്ടാണ് പറയുന്നത്. ഞാൻ പാട്ട് പാടാൻ ഒരുങ്ങിക്കെട്ടി ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ഫോട്ടോഗ്രാഫറും അതുപോലെ തന്നെ ഒപ്പന അധ്യാപകൻ ലതീഷ് ചെറുപ്പത്തിൽ അദ്ദേഹം അരിപ്പോ തിരിപ്പോ പാടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ മറന്ന പാട്ടാണ്, ഒന്ന് ശ്രമിക്കാം. പരിപ്പോ പരിപ്പോ കോതലമംഗല പരിപ്പോ പന്ത്രണ്ടാലയ കുതിരെ കിട്ട് വടക്കിട്ട് പതിനാമ്പൽ എന്തിനോ പോയി അമോൾ അടുക്കൽ കിടക്കിട്ട് നന്നായി ആറ്റിക്കൊടിച്ചവരേ പരിപ്പോ പരിപ്പോ കോതലമംഗല പരിപ്പോ പന്ത്രണ്ടാലയ കുതിരെ കിട്ട് വടക്കിട്ട് പതിനാമ്പൽ എന്തിനോ പോയി അമോൾ അടുക്കൽ കിടക്കിട്ട് നന്നായി Thank you.
Thank you.
വേദിയിൽ എത്തിച്ചേരേണ്ടതാണ്. അല്പസമയത്തിനും കൃത്യം ഒപ്പന തുടങ്ങിയ കലാരൂപങ്ങൾ അവതരിപ്പിക്കേണ്ടവർ ഈ സ്റ്റേജിന്റെ പ്രസിഡന്റ് തന്നെ കൃത്യം 1 മണിക്ക് മുമ്പായി തന്നെ എത്തിച്ചേരേണ്ടതാണ്. നിങ്ങള് കുടുംബശ്രീ ഇല്ല? എന്തെല്ലാം സാധനങ്ങളുണ്ട്? ഈ ഗ്യാപ്പിൽ കഴിച്ചു. അതെ അതെ.
ഇനിയിപ്പോൾ തിരക്ക് വരാനേ പോകുന്നതേ ഉള്ളൂ. ആളുകൾ കുറേ ആൾക്കാർ ആടെയുള്ളൂ. മീശ ആക്കാൻ പറ്റുമോ? ഇതിൽ കൊള്ളുന്നില്ല. അല്ല കൊള്ളുന്നില്ല, അതുകൊണ്ടാണ് മീശമല്ലേ ഇരിക്കുന്നല്ലേ. ഇതാ ഞാൻ വാങ്ങാൻ തുടങ്ങിയേ. മതി മതി, വെറുതെ നശിപ്പിക്കണ്ട. ഓക്കെ. അത് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളെ പരിപാടി വെച്ചാൽ കുടുംബശ്രീൻ്റെ അടുത്ത് പോയിട്ട് പായസം വഹിക്കുമ്പോൾ പായസം തരുന്നില്ല, പൈസ വേണമെന്ന് പറഞ്ഞു. തെറ്റിപ്പോയി. ഞാൻ വെച്ചാൽ എല്ലാം ഫ്രീ ആയിരുന്നു. ഉള്ളൂ അതിൽ. ഓ വിളമ്പിയല്ലേ? ഓ മതി. ഇതെല്ലാം തന്നെയല്ലേ സാധനം? അപ്പം പറഞ്ഞാൽ അവിടുന്ന് കച്ചവടം ഇല്ല, ഇവിടുന്ന് നിങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞത് ഞാൻ വെച്ച്. അത് തന്നെ അല്ലേ? എവിടെ വെക്കുക? ഞാൻ എടുത്ത് കൊണ്ടുവച്ച് വരും, വേഗം വരും. ഭക്ഷണം തന്നില്ല എന്ന് അറിയില്ലല്ലോ. തൊഴിലാളെ കണ്ടില്ലാതെ പറയണ്ട, കൊണ്ടൊന്നും കാണിക്കുന്നു. ഏതാ ഗ്രൂപ്പ് ഏതാ നിങ്ങളെ? കൃഷ്ണപിള്ള കാവഞ്ചിറ. കൃഷ്ണപിള്ള കാവഞ്ചിറ അല്ലേ? കുറേ കലയാ ഇത് പരിപാടി? കുറേ പേരുണ്ടെങ്കിൽ 40 പേരുണ്ടല്ലേ? വടക്ക് ഭാഗത്തെ നോക്കല്ലേ? തെക്കോട്ടൊക്കെ ഇങ്ങോട്ട് നോക്കണ്ട? കുട്ടനാട് അങ്ങോട്ടൊന്നും പോയിട്ടൊന്നുമില്ല? മുമ്പ് പോയിട്ടുണ്ടായിരുന്നല്ലേ? അപ്പോൾ നിങ്ങളായിട്ട് ബന്ധപ്പെട്ടിരുന്ന വഴി ഇനി ഇതേപോലത്തെ ഒന്നും പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെടുന്നത് എന്ത് ചെയ്യുക? ആരായിട്ട് കോൺടാക്ട് ചെയ്യുക? അതൊന്ന് നമ്പർ പറയാൻ പറ്റുമോ? നമ്പർ ഫോൺ എടുക്കണം.